ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പുതിയ സീരീസാണ് എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർഡ്. ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് മോട്ടോർ ബൈക്കിൽ എത്തുക എന്നത് ഒരു ത്രില്ലിംഗ് ആയ എക്സ്പീരിയൻസ് ആണ്. അതിലേറെ ത്രില്ലിംഗ് ആണ് ഇത്തരം സ്പോട്ടുകളിൽ നിന്ന് ഒരല്പ ഡീവിയേഷൻ എടുത്താൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ എത്തിപ്പെടാത്ത അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും. വലിയ അട്രാക്ഷനൊന്നും കാണില്ല, പക്ഷേ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ നമ്മൾ തന്നെ ഒരിക്കലും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളായിരിക്കും അത്. അത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എവിടെ പോയാലും അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസിലേക്ക് കയറുക എന്നതാണ്. ചിലപ്പോൾ അവിടെ വെള്ളച്ചാട്ടമാകാം, ചിലപ്പോൾ അവിടെ നല്ല മനോഹരമായ മരങ്ങളാകാം. ഒരു അറിയാത്ത ടെറൈനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സസ്പെൻസാണ്, അഡ്വഞ്ചറാണ്, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഫീലായിരിക്കും. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും അവരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അടുത്ത കാഴ്ച എന്താണ് എന്നുള്ള ആകാംക്ഷയാണ്. ഇത്തരം യാത്രകളെ ഒരു സീരിയസായി അവതരിപ്പിക്കുന്ന സെഗ്മെൻറ്റാണ് എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർഡ്. ഒരുപക്ഷെ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പലവട്ടം പോയതാകാം, പക്ഷേ ഇത് ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമാണ്. ഞങ്ങൾക്ക് മാത്രമാകണമെന്നില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതൊരു പുതിയ റൂട്ടുകളാകാം. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. സത്യത്തിൽ ഈ ഒരു ആശയം നമുക്ക് മനസ്സിൽ വരുന്നത് ബൈക്ക് വാങ്ങിയതിന് ശേഷം ആദ്യത്തെ പൊന്മുടി ട്രിപ്പ് പോയപ്പോഴാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഡീവിയേഷൻ കണ്ടു. അതായത് പൊന്മുടി എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഡീവിയേഷൻ. അബീന പറഞ്ഞത് അവിടെ ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടീ ഫാക്ടറി ഉണ്ട്. ഇതിനു മുമ്പ് അവൾ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആ ടീ പ്ലാന്റേഷൻ വഴിയല്ല, അല്ലെങ്കിൽ ടീ പ്ലാന്റേഷൻ അല്ല നിങ്ങളുടെ ലക്ഷ്യം. അതിന് താഴോട്ട് റോഡുണ്ട്. അത് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാം. വീഡിയോയുടെ തുടക്കം ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. കാര്യം ഇത് പൊന്മുടിയാണ്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പോയിട്ടുള്ളതായിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യാം. ഞങ്ങളീ പറയുന്ന ഈ അൺഎക്സ്പ്ലോർഡ് ട്രിപ്പ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഡീവിയേഷൻ എടുക്കുന്നത് 4 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഹെയർ പിന്നൊക്കെ കയറി കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു ചെടിയിൽ ചുറ്റും റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ കുറേ ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. ആ ചെടിയിലേക്ക് നിറയെ ബട്ടർഫ്ലൈ വരുന്നുണ്ട്. അത് കണ്ടിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴാണ് വേറൊരു മെയിനായിട്ടുള്ള ആൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾക്കൊരു സർപ്രൈസായിരുന്നു. ഇത്രയും നാൾ പൊന്മുടി പോയിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതൊരു സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കാണാൻ പറ്റിയതിൽ. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഇതിന് മുന്നേ ഞങ്ങൾ പൊന്മുടി പോയപ്പോൾ കണ്ടത് ഒരു സൺസെറ്റ് വ്യൂ ആയിരുന്നു. അത് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു പൊന്മുടിയിലെ ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഇപ്പോൾ ഇതിനെ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് നമ്മൾ പൊന്മുടി ഇങ്ങനെ ഏറ്റവും മേലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ എന്തായാലും പാറയുടെ ആ ഭാഗത്ത് പോകുന്നില്ല. വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. തണുത്ത കാറ്റുണ്ട്, എന്നാലും വെയിലാണ്. പിന്നെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ടും പോയില്ല. ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലത്തേക്ക് മാത്രമേ പോയുള്ളൂ. കാരണം നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം നമുക്ക് അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള വേറെ സ്ഥലത്ത് പോകണം എന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഇക്കാക്ക് വന്നൊരു പട്ടി ഷോ, അതാണിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു സിനിമയിൽ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ശ്രീനിവാസൻ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ അടുത്ത് എൻ്റെ കുറച്ച് ഷോ. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടൊന്നും ഇറങ്ങിയില്ല, വേറെ എങ്ങും പോയില്ല, ഇവിടെ തന്നെ പോയത്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ച് നമ്മൾ ആ ടീ പ്ലാന്റേഷൻ്റെ ആ ഭാഗത്തേക്ക് വരാമെന്നായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ടീ ഫാക്ടറിയുടെ ആ ഭാഗത്തേക്ക് വരാമെന്ന് വിചാരിച്ചു.
ഈ റോഡിനെ ഓഫ് റോഡെന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇതിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വാട്ടർഫോൾ കണ്ടത്. അവിടെ നമ്മൾ നിർത്തി. പക്ഷേ ഇതിനെ ഒരു വാട്ടർഫോൾ എന്നൊക്കെ വിളിക്കാനുള്ള ഉണ്ടോ എന്ന് വെച്ചാൽ ബാക്കിയുള്ള വാട്ടർഫോൾസിന് ഇതൊരു കുറച്ചിലാവുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വണ്ടി അവിടെ ഒതുക്കി കുറച്ച് നേരം അവിടെ നിന്ന് മുഖമൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ബൈക്ക് എങ്ങോട്ടൊന്നുമില്ലാതെ യാത്ര ചെയ്ത് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷേ ഓഫ് റോഡ് ചെയ്ത് വന്ന് നമ്മൾ ഒരിക്കലും വരാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പം എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന വഴി കണ്ടോ, ഒരു നടപ്പാത പോലെയാണ്. ഞാൻ ഇതിലൂടെ ബൈക്ക് ഓടിച്ച് ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോയി. അബീന വന്നില്ല. അബീന വെള്ളച്ചാട്ടത്തിൽ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാനങ്ങ് കുറച്ചധികം ചെന്നപ്പോൾ അവിടെ ഒരു ഭാർഗവി നിലയം പോലൊരു വീടാണ്. ഒറ്റ മനുഷ്യരില്ല, എന്നാൽ ഒരു ചെറിയൊരു വീട്. ആ വീട് എനിക്കൊരു പ്രേതാലയം പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി വണ്ടി വളഞ്ഞാണ് തിരിച്ചു വരുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചെല്ലുമ്പോൾ അവിടെ ഒരു ആരും ഇല്ലാത്തൊരു വീട്. വെയിലത്ത് യാത്രയൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. നല്ല തണുത്ത വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖം കഴുകിയപ്പോൾ എന്തൊരു ഫ്രഷ് ഫീലായിരുന്നു. മാത്രമല്ല മേക്കപ്പൊക്കെ കുറച്ച് ഒഴിച്ച് പോയി, എന്നാലും കുഴപ്പമില്ല. മുഖം കഴുകിയിട്ട് നമുക്ക് വീണ്ടും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാമല്ലോ. പക്ഷേ ആ വെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ എന്തൊരു സുഖമായിരുന്നു.
ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.